ഹലോ ഫ്രണ്ട്സ്, അഖിലേ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രതാപനാണെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു നോക്കുവാണ്. ഉണ്ടായ മിച്ചം മീതി അഭിമാനവും തകർന്നു കളഞ്ഞു. രാധമ്മയുടെ വായിലെ വാക്കുകളെല്ലാം ഓരോന്നും പ്രതാപനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് നാളെ ഓണം, തന്നെ കൊണ്ട് ആർക്കും ഒന്നും വാങ്ങിക്കൊടുക്കാനും ഒന്നും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ പ്രതാപൻ വിഷമിച്ചിരിക്കുവാണ്. അപ്പോഴാണ് ഋതിക അങ്ങോട്ട് വരുന്നത്. രാജുവിൻ്റെ കമ്പനിയിലാണല്ലോ ഋതിക ജോലി ചെയ്യുന്നത്. അത് പ്രതാപനോ ആർക്കോട്ട് അറിയത്തുമില്ല. അവിടെ നിന്ന് ഓണ ഫംഗ്ഷനാണ് നടത്താൻ പോകുന്നത്. അതിന് ഋതിക താണ്ട നല്ല കേരള സാരിയിൽ ഒരുങ്ങി വന്നിട്ട് പ്രതാപനോട് ചോദിക്കുന്നു, അച്ഛാ ഇത് എങ്ങനെയുണ്ട്? ആ കൊള്ളാം മോളെ, എൻ്റെ മൂക്ക് നല്ല ഭംഗിയുണ്ട്. ഇനി ഞങ്ങളുടെ ഓഫീസിലെ ഓണാഘോഷം അച്ഛാ, അതുകൊണ്ടാണ് ഞാൻ ഈ കേരള സാരി ഉടുത്തത്. സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പ്രതാപൻ പറയുന്നു, എൻ്റെ മോളെങ്കിലും ഓണം ആഘോഷിക്ക്, എനിക്ക് ഓണമൊന്നും ആഘോഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ സങ്കടമൊന്നുമില്ല. പക്ഷേ ഇവിടെ മറ്റുള്ളവരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. പാവം ചേച്ചിയും ശേഖരനും യാമിനിയും അവരൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എൻ്റെ പ്രതാപ, നിന്റെ ചേച്ചി ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഇപ്പോഴും നീ എന്താ അത് മനസ്സിലാക്കാത്തത്? ശേഖരൻ്റെയും യാമിനിയുടെയും കൂട്ടത്തിലാണോ ആ ചേച്ചിയെ ഉൾപ്പെടുത്തുന്നത്? കുലം മുടിക്കാൻ പിറന്ന കുലദ്രോഹിയല്ലേ ആ അംബിക? അവളെ സ്വത്തുക്കളെല്ലാം മറിച്ച് അവിടെ മരുമോടെ പേരിലാക്കിയതൊക്കെ അറിഞ്ഞിട്ടും ഇപ്പോഴും ചേച്ചി ചേച്ചി എന്നും പറഞ്ഞാണല്ലോ ഈ പ്രതാപൻ ഇരിക്കുന്നത്. അപ്പോഴങ്ങോട്ട് ശേഖരനും യാമിനിയും വരുന്നുണ്ട്. പുറകിന് താണ്ട നാശം പിടിച്ച അംബികയും വരുന്നുണ്ട്. പ്രതാപൻ ശേഖരനോട് ചോദിക്കുക, ശേഖര, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. മില്ലിൽ ആവശ്യത്തിന് വെച്ചിരിക്കുന്ന കാശിൽ നിന്ന് കുറച്ച് കാശ് എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ? മില്ലുമെല്ലാം കൈവിട്ട് പോയ കാര്യമൊന്നും പ്രതാപൻ അറിഞ്ഞിട്ടില്ല. ആ മില്ലിലൊരു കൂലി ജോലിക്കാരനായിട്ടാണ് ശേഖരൻ ഇന്ന് അവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാ. യാമിനി ഇങ്ങനെ സങ്കടത്തോടെ ശേഖരനെ നോക്കുക. ദൈവമേ, ശേഖരൻ്റെ അവസ്ഥ എന്തായി? എല്ലാം അറിഞ്ഞിരുന്നിട്ടും ആ അംബിക ചോദിക്കുന്നു പെട്ടെന്ന് പ്രതാപനോട്, പ്രതാപ, അപ്പോൾ നിനക്ക് ഡ്രസ്സ് വേണ്ടായോ? ഈ ശേഖരൻ എവിടെയെങ്കിലും പോയി തെണ്ടിയായാലും കാശ് കൊണ്ടുവന്ന് ഡ്രസ്സ് എടുത്ത് തരണം എന്നുള്ള ഭാവത്തിലാണ് അംബിക നിൽക്കുന്നത്. എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട ചേച്ചി, ഞാൻ അങ്ങനെ പുറത്തെങ്ങും പോവാറില്ലല്ലോ. എന്നാലും പ്രതാപ, നിനക്ക് ഡ്രസ്സ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെടി കള്ളി അംബികെ, നീ ഒരുപാട് മോഷ്ടിച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടില്ലേ? അതിൽ നിന്ന് കുറച്ചെടുത്ത് വാങ്ങിച്ചു കൊടുക്കടി. അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ നിന്റെ ആങ്ങളയ്ക്ക്. മില്ലെല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് എങ്ങനെ പ്രതാപനോട് പറയും? ശേഖരൻ പറയാം, ചേട്ടാ, 1-2 മാസം കൊണ്ട് മില്ലിൽ വളരെ നഷ്ടമായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് കാശൊന്നും തിരിച്ചു മറിക്കാൻ പറ്റില്ല. ഓണത്തിന് തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കാൻ എവിടെന്നെങ്കിലും കാശ് മറിക്കേണ്ട ഒരു ഗതികേടിലാണ് നിൽക്കുന്നത്. പ്രതാപൻ പറയുക, ശേഖര, തൊഴിലാളികൾക്കൊക്കെ ബോണസ് കൊടുക്കണം കേട്ടോ. അവരൊക്കെ അതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുക. ഇവിടെ കഞ്ഞിക്ക് ഗതിയില്ല. നാളെ ഓണം എന്തെടുത്തിട്ട് ആഘോഷിക്കുമെന്ന് വിഷമിച്ച് നിൽക്കുവാണ് ശേഖരൻ. ഇത് വല്ലതും പ്രതാപനോട് പറയാൻ പറ്റുമോ? തൊഴിലാളികളുടെ കാര്യത്തിൽ ഒരു മുടക്കവും വരുത്തരുത് ശേഖര. എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നേനെ. എൻ്റെ ഒരു ഗതികേട് കണ്ടില്ലേ? ഓണത്തിന് ഒരു ജോഡി ഡ്രസ്സ് വീട്ടിലുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോലും എന്നെ കൊണ്ട് കഴിവില്ല. പ്രതാപൻ സങ്കടപ്പെടുന്നത് ഒരിക്കലും ഋതികയ്ക്ക് സഹിക്കില്ലല്ലോ. ഋതിക പെട്ടെന്ന് പറയും, അച്ഛൻ സങ്കടപ്പെടണ്ട, ഞങ്ങൾക്കാർക്കും ഒരു വിഷമവും ഇല്ല. എൻ്റെ അച്ഛൻ അറിയാമോ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താന്ന്? വലിയ സദ്യ ഒന്നും ഇല്ലെങ്കിലും ചോറും 1-2 കറിയും കൂട്ടി എൻ്റെ അച്ഛനോടൊപ്പം എന്നെ കഴിക്കാൻ പറ്റുമല്ലോ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഓണാഘോഷത്തിന് നമ്മുടെ രാജുവും ചെത്ത് മോഡലിൽ ഒരുങ്ങി ഇങ്ങോട്ട് വരുന്നുണ്ട്. പുറകെ വേണുവേട്ടൻ ഓടി വന്നിട്ട്, മോനെ രാജു, അവിടെ നിന്നേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്തിനാച്ചാ എന്നോട് എന്തെങ്കിലും പറയുന്നതിനൊരു മുഖവുര? രാധമ്മയും എൻ്റെ പൊന്നും കൊടുത്ത മകൾ പ്രിയയും ഇത് അറിയാൻ പാടില്ല. എടാ മോനെ, ഓണമാണ്. വർമ്മസാറിൻ്റെയും കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ മോൻ അറിയാവുന്നതല്ലേ. ആരൊക്കെ എന്തൊക്കെ കോലാഹലം ഉണ്ടാക്കിയാലും രാജു, നിന്റെ ഭാര്യയാണ് ഋതിക മോള്. എനിക്കറിയാച്ചാ. എന്നാലേ ഇവിടെ ഓണം ആഘോഷിക്കുന്ന പോലെ അവർക്കും അവിടെ ഓണാഘോഷം ഉണ്ടായിരിക്കണം. അവിടുത്തെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർ പോലും അറിയാതെ മോൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അച്ഛാ, ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ അത് ഓർമ്മിപ്പിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി ധൈര്യമായി. ഞാൻ അതൊക്കെ വേണ്ട പോലെ ചെയ്തോളാം അച്ഛാ. ഓഫീസൊക്കെ നല്ല പൂ കൊണ്ട് വലിയ ഡെക്കറേഷനാണ്. സ്വാമി ഒരു പെണ്ണിനെ കുറിച്ചൊക്കെ നേതൃത്വമൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് രാജുവിൻ്റെ ഫോൺ, ചേടാ, ഈ നേരത്തെ ഇത് ആരായി വിളിക്കുന്നത്? അയ്യോ, MD ആണല്ലോ എന്നും പറഞ്ഞ് സ്വാമി ഫോൺ അറ്റൻഡ് ചെയ്യുവാണ്. അയ്യോ, ഗുഡ് മോർണിംഗ് സാറേ, പറഞ്ഞാട്ടെ. സ്വാമി, ഞാനൊരു ചില കാര്യങ്ങളൊക്കെ പറയും. സ്വാമി അതുപോലെ അങ്ങ് ചെയ്തേക്കണം. സാർ അതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞോ, ഞാനത് എപ്പോൾ ചെയ്തെന്ന് ചോദിച്ചാൽ മതി. രാജു അങ്ങനെ എന്തൊക്കെയോ പ്ലാൻ സ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്വാമി അതൊക്കെ കേട്ടിട്ട്, ഓക്കെ സാർ, അതുപോലെ ചെയ്യാം. വേണുവേട്ടൻ വീണ്ടും രാജുവിനോട് പറയുക, മലയാളികളെല്ലാം ഓണം ആഘോഷിക്കുന്നു. കേരളത്തിൽ ഒരു വീട്ടിലെങ്കിലും പട്ടിണിയാണെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിലെ ആഘോഷത്തിനും സന്തോഷത്തിനും പിന്നെ എന്താ അർത്ഥമാ ഉള്ളത്? കേരള നാട്ടിൽ ആരും പട്ടിണി കിടക്കരുതെന്ന് ആഗ്രഹിച്ച ഒരു ചക്രവർത്തി വിരുന്നിന് വരുന്ന ദിവസമാണ് ഈ ഓണം. ഇനി ആരെങ്കിലും ഒരാൾ പട്ടിണിയാണെന്ന് അറിഞ്ഞാലേ അങ്ങേരെ എല്ലാവരെയും ശപിച്ചിട്ട് പോയിക്കളയും.
അതിനെന്താ, അച്ഛൻ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് രാജു ഓഫീസിലോട്ട് പോവുകയാണ്. RR ഫാഷൻ ഡിസൈനിലെ തരുണീമണികളെല്ലാം സെറ്റ് സാരിയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുവാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നമ്മുടെ മോഡേൺ ഡ്രസ്സിലാണ് നമ്മുടെ രോഷിനി അങ്ങോട്ട് വരുന്നത്. കേരള ഡ്രസ്സിനെ അനുകരിക്കുന്ന മോഡലിലാണ്, പക്ഷെ അത് മോഡേൺ ഡ്രസ് ആണെന്ന് മാത്രം. അങ്ങനെ ആ പെൺകുട്ടികളുടെ അടുത്തോട്ട് നമ്മുടെ സ്വാമി വന്നിട്ട് പറയാം, ദാണ്ടെ ഈ കലവില വർത്താനമൊക്കെ കുറച്ചു നേരത്തേക്ക് ഒന്ന് നിർത്തിവെക്കാമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പോഴേക്ക് രോഷിനി വെട്ടി തിളങ്ങി അങ്ങോട്ട് വന്ന് സ്വാമി പറയുക, എനിക്കല്ല സംസാരിക്കാനുള്ളത്, ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് രോഷിനി മേഡം നിങ്ങളോട് സംസാരിക്കും. രോഷിനി പറയാൻ തുടങ്ങി, ഓണാഘോഷം നമുക്ക് ഗംഭീരമാക്കണം. സ്വാമി ഉടനെ പറയാം, നമുക്ക് തകർക്കണം ഈ ഓണാഘോഷം. ഞാൻ പണ്ട് KNB എന്ന സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇവിടുത്തെ ഓണാഘോഷത്തിന് പെണ്ണുങ്ങളുടെ വാൾപേറ്റ് മത്സരം വരെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് അടിപിടിയിലാണ് കലാശിച്ചത്. മേഡം, രോഷിനി മേഡം, ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. കൂട്ടത്തിലെ പെൺപിള്ളേർ പുറത്തോട്ട് നോക്കും. അത് രോഷിനിക്ക് ഇഷ്ടപ്പെടാതെ, ഞാനൊരു കാര്യം പറയാൻ പോകുമ്പോൾ നിങ്ങളെന്താ പുറത്തോട്ട് നോക്കുന്നത്? അത് ഋതിയെ കണ്ടില്ലല്ലോ മേഡം. അപ്പോൾ ഋതിക വന്നില്ലെങ്കിൽ നിങ്ങൾ ഓണാഘോഷത്തിൽ പങ്കെടുക്കില്ലല്ലേ? അയ്യോ, ഞാൻ അത് വെച്ച് പറഞ്ഞതല്ല മേഡം, ഓണാഘോഷമല്ലേ, കലാപരമായ കഴിവുകളൊക്കെ ഋതികയ്ക്കാണുള്ളത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. സ്വാമി രോഷിനിയുടെ മുഖത്തോട്ടൊന്ന് നോക്കിയിട്ട് സ്വയം പുറകുറുക്കുക. ഋതിക മേഡത്തിനെ ഒന്ന് പൊക്കി പറഞ്ഞ ഇവക്ക് കുരു പൊട്ടും. എന്നാലേ ആ ഋതിക മേഡം ഒക്കെ അങ്ങ് വന്നോളും. ഈ രോഷിനി മേഡം പറയുന്നത് നിങ്ങളൊക്കെ ഒന്ന് ഒത്തൊരുമയോടൊന്ന് കേൾക്ക്. രോഷിനിക്ക് ദേഷ്യം വരുന്നു. മനസ്സിൽ പറയാം, ഈ ഋതിക എല്ലാരെയും മയക്കി കയ്യിലെടുത്ത് വെച്ചിരിക്കുവാണല്ലോ. അപ്പോൾ ദാണ്ടെ ഋതികയും പല്ലവിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ സ്വാമി വാവച്ചോണ്ട് വെറുതെ ഇരിക്കുവോ? കൃത്യസമയത്ത് തന്നെ ദാണ്ടെ ഋതിക മേഡവും ഉണ്ട്, കൂടെ പല്ലവി മേഡവും ഉണ്ട്. രോഷിനി രോഷത്തോടെ ഋതികയോട് ചോദിക്കുന്നു, നിങ്ങളെന്താ ഇത്ര ലേറ്റായത്? ഋതിയെ വിട്ടുകൊടുക്കാൻ ഭാവമില്ല, കാരണം രാജു അവിടെ കയ്യിലാണെന്ന് ഋതികയ്ക്ക് മനസ്സിലായല്ലോ. അതിന് ലേറ്റായില്ലല്ലോ, സമയമാകുന്നതല്ലേ ഉള്ളു എന്നിങ്ങനെ ഋതിക ഒരു കൂസലുമില്ലാതങ്ങ് പറഞ്ഞു. രോഷിനിയുടെ കഥാപ്രസംഗം തുടങ്ങുവാണ്. ഇന്ന് ഓണാഘോഷമാണ്, ചില മത്സരങ്ങളൊക്കെ ഉണ്ട്. അത്തപ്പൂക്കള മത്സരമാണ് പ്രധാനം. പിന്നെ ഡിസൈനിങ് കമ്പനികൾക്കിടയിൽ ഒരു മത്സരം ഉണ്ടാവും. ഡിസൈനേഴ്സ് പൂക്കളം ഡിസൈൻ ചെയ്യണം. മികച്ച ഡിസൈനറെ നമ്മുടെ രാജു സാറ് സെലക്ട് ചെയ്യും. ഋതികയുടെ മുഖത്തൊരു പുഞ്ചിരി. ആ മികച്ച ഡിസൈനെ എല്ലാവരും ചേർന്ന് പൂക്കളമാക്കി ഒരുക്കും. എന്നിട്ട് ആ പൂക്കളം പിക്കെടുത്ത് അയക്കും. മികച്ച പൂക്കളത്തിന് ഒരു പ്രൈസ് ഉണ്ടാകും. ഉടനെ പല്ലവി പറയാം, ഡിസൈൻ ചെയ്യാൻ ഋതിക മിടുക്കിയ, ഋതിക ഡിസൈൻ ചെയ്യും. അതിന് ചുക്കാൻ പിടിച്ചതുപോലെ നമ്മുടെ സ്വാമിയും പെട്ടെന്ന് പറഞ്ഞു, അപ്പോൾ നമ്മുടെ ഋതിക മേഡം ഡിസൈൻ ചെയ്യും, അതായിരിക്കും നല്ലത്. രോഷിനിക്ക് അത് തീരെ അങ്ങോട്ട് ഇഷ്ടമല്ല. ആരെയും എൻകറേജ് ചെയ്യാനൊന്നും നിൽക്കണ്ട, ഇഷ്ടമുള്ളൊരു ഡിസൈൻ ചെയ്താൽ മതി. പിന്നെ ഒരു പ്രത്യേക അറിയിപ്പ്, ഡിസൈനിൽ ആരും അവരവരുടെ പേര് വെക്കരുത്. നമ്മുടെ രാജു മനസ്സിൽ പറയുന്ന അമ്പടി പാഷാണത്തിക്രിമി. ഋതിക മേഡത്തിന്റെ പേരെങ്ങാനും കണ്ട് രാജു സാറ് സെലക്ട് ചെയ്യാതിരിക്കാനുള്ള അവിടെ ഒരു ബുദ്ധി കണ്ടില്ലേ? വിഷത്തിൽ പൊതിഞ്ഞ കുരുട്ടടക്കാണല്ലോ ഇവള്. അപ്പോഴേക്കും അങ്ങോട്ട് രാജുവിൻ്റെ കാറ് വരുന്നുണ്ട്. സ്വാമി നമ്മുടെ MD എത്തിയല്ലോ. അപ്പോൾ എല്ലാവരും രാജുവിനെ സ്വീകരിക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. എല്ലാവരും ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നു. അവരുടെ കൂട്ടത്തിൽ ഋതിക പോയില്ല, മാറി നിന്ന് രാജുവിനെ നോക്കി ഇങ്ങനെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. രാജു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് തിരിച്ച് പറയുന്നു, ഹാപ്പി ഓണവും പറയുന്നുണ്ട്. അല്ല, മത്സരങ്ങളും പരിപാടികളൊക്കെ എപ്പോഴാണ് തുടങ്ങുന്നത്? ഉടനെ തുടങ്ങും സാർ വരൂ എന്നും പറഞ്ഞ് എല്ലാവരോടും അകത്തോട്ട് കയറി പോവുക. രാജു അങ്ങനെ അകത്തോട്ട് കയറി വരുമ്പോൾ അവൻ്റെ പ്രാണപ്രിയ നിറഞ്ഞ പുഞ്ചിരിയോടെ സെറ്റ് സാരിയിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. രാജു ഇങ്ങനെ അതിശയത്തോടെ വെച്ച കണ്ണെടുക്കാതെ അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. രാജു മുന്നോട്ട് നടക്കുന്നെങ്കിലും രാജുവിൻ്റെ കാല് മുന്നോട്ട് നീങ്ങുന്നതേയില്ല. രാജു ഇങ്ങനെ പുറകോട്ട് തന്നെ നോക്കിയാണ് പോകുന്നത്. പെട്ടെന്ന് പല്ലവി വന്നിട്ട് ഋതിയോട്, ഋതിയെ ഇങ്ങോട്ട് വന്നേ. ഈ സമയം രാധമ്മ ആരോ ഒരാളോട് ഭയങ്കര വീമ്പളച്ചോണ്ട് വരുക. ആ ഒരു ലോക്കൽ മന്ത്രിയുടെ മകളായിരുന്നു അവൻ്റെ ആദ്യത്തെ ഭാര്യ. അവനോട് അവരങ്ങനെയൊക്കെ പെരുമാറിയ സ്ഥിതി കേന്ദ്രമന്ത്രിയുടെ മകളെ കൊണ്ട് തന്നെ അവനെ കെട്ടിക്കണമെന്നാണ് എൻ്റെ ഒരു വാശി. അത് ഞാൻ നടപ്പാക്കും. അപ്പൊ കൂടെ വന്ന സ്ത്രീ പറയുന്നുണ്ട്, അതിലൊന്നും ഒരു തെറ്റുമില്ല രാധമ്മേ. രാധമ്മയ്ക്ക് സൈഡ് നിന്നെങ്കിലല്ലേ പറ്റൂ എന്ന്. നമ്മളെ ദ്രോഹിച്ചവരോട് പകരം വീട്ടുന്നതിൽ ഒരു തെറ്റുമില്ല. എനിക്കാണെങ്കിൽ അയൽവക്കത്തെ വീട്ടിൽ പോയിരുന്ന മറ്റുള്ളവരെ കുറിച്ചല്ല പരദൂഷണം പറയുന്നത് പണ്ടേ ഇല്ല. എനിക്ക് തന്നെ അറിയാം എൻ്റെ സ്വഭാവം. പക്ഷെ കിട്ടിയ അനുഭവങ്ങൾ, ആ വർമ്മയും അയാളുടെ പെങ്ങളും അവൻ്റെ മകളും കൂടി ഞങ്ങളോട് പെരുമാറിയത് ഓർക്കുമ്പോഴേ മനസ്സിലെ പക കെട്ടടങ്ങുന്നില്ലാശേ. അല്ല, വീട്ടിലെ ബഹളങ്ങളൊക്കെ അന്ന് ഞങ്ങൾ കേട്ടതായിരുന്നു. അംബികയെ പിന്നെ ഞങ്ങളോട്ട് അടുപ്പിക്കാറേ ഇല്ല. അപ്പോൾ ഇവൾ അംബികയുടെ ശില്പന്തിയാണെന്ന് തോന്നുന്നു. പ്രതാപ് എന്നാണ്ട് ഒരുത്തൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ലേബേഴ്സിന്റെ ശമ്പളമൊക്കെ കൊടുത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കുമായിരുന്നല്ലേ? പിന്നല്ലേ, ശമ്പളം മാത്രമല്ല, ചിലർക്ക് സ്പെഷ്യൽ അലവൻസ്, PF എല്ലാം ഞാൻ ഒരാഴ്ച മുമ്പ് തന്നെ കൊടുത്തു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദാണ്ട രാധമ്മയും ആശയും കൂടെ വരുന്നുണ്ട്. ആശയെ അങ്ങോട്ട് നോക്കിക്കാ, പ്രതാപവർമ്മ നിങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ആശയുടെ വീടാണത്.
ചന്ദ്രൻ സാറിനെ കൊണ്ട് എന്തോ കാര്യം സാധിപ്പിക്കാന്. വാ നമുക്ക് എന്താണെന്നൊന്ന് നോക്കാശേ. രാധമ്മയെ ആശയം വിളിച്ചോണ്ട് പാത്തും പതുങ്ങി ഇങ്ങനെ വരുവാണ്. അതൊട്ടും ശരിയല്ല രാധമ്മ. രാധമ്മയ്ക്ക് ഈ സ്വഭാവം ഒന്നും ഇല്ലാത്തതാണല്ലോ. മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് ഒട്ടിക്കേൾക്കുന്നതൊക്കെ. പിന്നെ എന്തിനാ ഈ നാണം കെട്ട പരിപാടി? അപ്പോൾ ആ ചന്ദ്രശേഖരൻ പറയുന്നത്, സാറെന്താ പതിവില്ലാതെ എന്നെ കാണാൻ വന്നത്? എന്തോ ഒരു കാര്യമുണ്ടല്ലോ. ആ ഉണ്ട്. ഭയങ്കര വിഷമത്തോടെ പ്രതാപൻ പറയാം. അതെങ്ങനെ പറയുമെന്നോർത്ത് വിഷമിച്ച് നിൽക്കുക. ദൈവമേ, പ്രതാപൻ്റെ ഒരു അവസ്ഥ നോക്കിക്കേ. എത്ര പേർക്ക് വാരി വാരി കൊടുത്ത പ്രതാപൻ ഇന്ന് നിൽക്കുന്ന ഒരു നിൽപ്പ് കണ്ടോ? കുലദ്രോഹിയായ ഒരു പെങ്ങള് കൂടെ പിറന്നതിന്റെ ശിക്ഷയല്ലേ ഇത്? സാർ എന്തിനാ വിഷമിക്കുന്നേ? വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. എന്തൊക്കെയായാലും എത്രയോ വർഷങ്ങളായി നമ്മൾ പരിചയക്കാരല്ലേ? പ്രതാപൻ മടിച്ച് പറയാം. ഒരു കേസ് കാരണം എന്റെ പെൻഷൻ വരെ ഗവൺമെന്റ് പിടിച്ചു വെച്ചിരിക്കുക. ഓണമായിട്ട് ഞാൻ വലിയ ബുദ്ധിമുട്ടില്ല. എനിക്കൊരു 10,000 രൂപ കടവായിട്ട് തരാവോ? ഇത് രാധമ്മ ഒളിഞ്ഞു നിന്ന് കേട്ടങ്ങ് വല്ലാതെ കളിയാക്കലോടൊരു ചിരിച്ചിരിക്കുന്നുണ്ട്. രാധമ്മേ, ഇത്ര അഹങ്കാരം പാടില്ല. നാളെ നിനക്കും ഇത് വരില്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എനിക്ക് പെൻഷൻ കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു തരാം. അയ്യോ, അത് ചോദിക്കാനാണോ സാർ ഇത്രയധികം വിഷമിച്ചത്? കാശ് ഞാൻ തരാമല്ലോ, സാറ് വിഷമിക്കാതെ. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും വരും. അതൊക്കെ സാവകാശം പരിഹരിക്കപ്പെടുകയും ചെയ്യും. കുറെ നാൾ മുമ്പ് തന്നെ ശേഖരൻ എനിക്ക് മില്ല് വിറ്റപ്പോഴേ അവിടെ എന്തോ പന്തികേടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അയ്യടാ, ഇപ്പോഴാ പ്രതാപൻ ആ സത്യം അറിയാൻ പോകുന്നത്. പ്രതാപൻ ഞെട്ടലോടെ ചോദിക്കാം, മില്ലോ? അതെ സാറേ, നിങ്ങളുടെ മില്ല് വാങ്ങിയത് ഞാനല്ലേ. ശേഖരൻ ഇപ്പോഴെന്റെ തൊഴിലാളിയാ. സാർ ഇതൊന്നും അറിയാറില്ലേ? ശേഖരൻ ഇതൊന്നും സാറിനോട് പറയാറില്ലേ? പ്രതാപന് തല ചുറ്റുന്നോ ഭൂമി തലകീഴാമറിയുന്നോ ഒന്നും അറിയാതെ പ്രതാപൻ ഇങ്ങനെ ഒരുമാതിരി അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ഇങ്ങനെ ശേഖരൻ ഇതൊന്നും പറഞ്ഞില്ലെന്ന് അയാളോട് പറയുന്നത്. ആ, ശേഖരനോട് പറയാറുണ്ട്, മില്ല് വിറ്റത് ചന്ദ്രൻ സാറിനാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇതെല്ലാം കേട്ടോണ്ട് നിന്ന രാധമ്മ, ആശേ, ചന്ദ്രൻ സാറിനെ കൊണ്ട് ഒരു ചില്ലി കാശ് കണ്ട് അയാൾക്ക് കൊടുക്കരുത്, അതൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ലെന്ന്. രാധമ്മ, ഈ പറഞ്ഞതും കാണിച്ചതും മഹാഭാവ. ഇതിന് നിനക്ക് ശിക്ഷ കിട്ടും. ആരെങ്കിലും അയാളെ സഹായിച്ചോട്ടെ. നീ എന്തിനാ അത് മുടക്കാൻ പോകുന്നത്? പണ്ട് രുക്മിണി വീട്ടിൽ കയറി ഇറങ്ങി നിന്നെ നാണം കെടുത്തിയതൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? അതൊക്കെ നീ ഇത്ര എളുപ്പം അങ്ങ് മറന്നോ? അയ്യോ, അപ്പോൾ പൈസ കൊടുത്താൽ തിരികെ കിട്ടില്ലേ? എൻ്റെ ആശയെ ഒറ്റ പൈസ തിരികെ കിട്ടില്ല. നീ കൊടുപ്പിക്കരുത്. അയാളുടെ സ്ഥിരം പണിയായത്. എല്ലാ വീട്ടിലും നടന്ന് പിരിവാ. രാധമ്മേ, നീ കണ്ടോ ഇത്? എന്തിനാ ഇങ്ങനെ കാണാത്ത കാര്യം പറയുന്നത്? ഉടനെ ആശ ഫോൺ എടുത്ത് ചന്ദ്രനെ വിളിക്കുക. ആ, അയാളെ കാശ് കടം ചോദിക്കാൻ വന്നതാണല്ലേ? അതെ. രാധമ്മ എന്തൊക്കെയോ ആശയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ആശ അതെല്ലാം ഫോണിൽ കൂടെ അയാളോട് പറയുക. ഭാര്യ പറഞ്ഞതല്ലേ തട്ടിക്കളയാൻ പറ്റുമോ? ഉടനെ അയാൾ പറഞ്ഞു, ശരി. അയ്യോ, സോറി വർമ്മ സാറേ, മാനേജരാ വിളിച്ചത്. കമ്പനി അക്കൗണ്ടിലെ പൈസ എല്ലാം കൊടുത്തു തീർന്നു. അതെ, അയാളുടെ മാനേജർ തന്നെയാണല്ലോ വിളിച്ചത്. എൻ്റെ അക്കൗണ്ടിലെ കാശ് മറ്റൊരാവശ്യത്തിന് വേണ്ടി എടുത്തു. ഇതൊക്കെ രാധമ്മ ഇങ്ങനെ നോക്കുവാണ്. ഇല്ലെങ്കിൽ തരാമായിരുന്നു. അതിനെന്താ? സാരമില്ല സാറേ, എൻ്റെ സമയം ഇപ്പോൾ വളരെ മോശമാണ്. പ്രതാപൻ സങ്കടത്തോടാണ് പറയുന്നത്. എനിക്ക് പൈസ തരാൻ കഴിയാത്തതിൽ സാറ് വിഷമിക്കേണ്ട. അത് പ്രതാപൻ്റെ നല്ല മനസ്സ്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്നിങ്ങനെ വിഷമത്തോടെ കണ്ണ് തുടച്ചുകൊണ്ട് പ്രതാപൻ ഇറങ്ങിപ്പോന്നു നോക്കി രാധമ്മ വളരെ അഹങ്കാരത്തോടെ ചിരിച്ചോണ്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഓണപ്പരിപാടിയിൽ ആൾക്കാരൊക്കെ നിരന്നു നിൽക്കുവാണ്. രാജു രോഷ്നിയോട് ചോദിക്കുന്നു, രോഷ്നി, നമ്മുടെ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? അത് രാജു, പൂക്കള മത്സരവും മലയാളി മംഗ മത്സരവും. അപ്പോഴെന്താ മത്സരം കൊഴുക്കുമില്ലേ സ്വാമി? പിന്നെ കൊഴുക്കും ഭയങ്കരമായിട്ട് കൊഴുക്കും. സ്വാമി വീണ്ടും കഥയിളക്കുവാണ്. ഞാൻ KNB നിൽക്കുമ്പോഴേ അവിടെ മലയാളി മംഗകളുടെ മത്സരം നടത്തിയപ്പോഴേ അപ്പോഴവിടെ താണുങ്ങൾ മലയാള മങ്കി എന്നും പറഞ്ഞൊരു മത്സരം ആരംഭിച്ചു. രാജു കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുന്ന, അന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അങ്ങനെ ആകുമ്പോൾ സ്വാമിക്ക് തന്നെ ആയിരിക്കും. വളരെ സീരിയസ് ആയിട്ട് ഓണമായിട്ട് സാറിന് കോമഡിയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ, അതിലും വളരെ സന്തോഷം എന്നൊക്കെ സ്വാമിയും പറയുന്നു. അപ്പോഴൊരുത്തൻ അങ്ങോട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. എല്ലാവരുടെയും മുഖം ഒന്ന് വാടി. സ്വാമി പറയും, ഇവൻ കയറി വന്നപ്പോഴേ ഓണം കർക്കിടകത്തിൻ്റെ മൂടായി മാറിയല്ലോ. അപ്പോൾ അവൻ ചോദിക്കും, രോഷ്നി, പരിപാടി എപ്പോഴാണ് തുടങ്ങുന്നത്? അവിടെ ആങ്ങളെയാണെന്നാ തോന്നുന്നത്. ഉടനെ തുടങ്ങും. അപ്പോൾ രാജു പറയും, എല്ലാവരോടും കൂടി വളരെ സന്തോഷത്തോടൊരു കാര്യം പറയാനുണ്ട്. മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് സമ്മാനമുണ്ട്. വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ്. വിവിധ കമ്പനികൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഫാമിലി പാക്കറ്റുകൾ, ഡ്രസ്സുകൾ, ഓണക്കിറ്റ്, ക്യാഷ് പ്രൈസ്, ഇതൊക്കെയാണ് സമ്മാനങ്ങൾ. ഇതൊക്കെ ഹൃദയയ്ക്ക് വേണ്ടിയാണെന്ന് രാജുവിനും അറിയാം, സ്വാമിക്കും അറിയാം. രാജു അങ്ങനെ പറഞ്ഞത് കേട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ കൈയടിക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പിന്നെ മത്സരങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് രോഷ്നിയുടെ നേതൃത്വത്തിലായിരിക്കും. രോഷ്നി, ആദ്യ മത്സരം എന്തോ? അത് ഡിസൈനിങ് ആണ് രാജു. ഡിസൈനിങ് മത്സരത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ ദയവായിട്ട് അവരവരുടെ സീറ്റ് ഇരിക്കണമെന്നൊക്കെ രോഷ്നി പറയുന്നുണ്ട്. ഈ കൂട്ടത്തിലും രാജുവും ഹൃതിയെ ഓട്ടക്കണ്ണിട്ട് നോക്കി ചിരിക്കുന്നുണ്ട്. ഇത് രോഷ്നി വാച്ച് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ എല്ലാവരും നമ്മുടെ ലാപ്ടോപ്പിന്റെ മുന്നിൽ ഇരിക്കുവാണ്, ഡിസൈനിങ് തയ്യാറാക്കുക. ഹൃതിക ഇങ്ങനെ ആലോചിക്കുക, എന്താണ് ചെയ്യേണ്ടത്?
രാജു ഋതികയെ നോക്കുന്നുണ്ട്. ഋതിക മനസ്സിൽ പറയാം, ദൈവമേ ഒരു ഐഡിയയും മനസ്സിൽ ഉദിക്കുന്നില്ലല്ലോ. എന്റെ ദൈവമേ, രാജു ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ദാ വന്നവൻ ഋതിക ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മനസ്സിൽ പറയുന്നു, എന്താ ഒരു സൗന്ദര്യം, രാജുവിന് സഹിക്കുവോ? എന്തോ ഒരു ശാലീനത, തനി ഒരു നാടൻ പെണ്ണ്, ഏത് ഡ്രസ്സ് ഇവൾക്ക് ചേരും? അവന്റെ ആ നോട്ടം ശരിയല്ലെന്ന് മനസ്സിലാക്കി രാജു മനസ്സിൽ പറയുന്നു, മിക്കവാറും ഇവന്റെ മരണം ഇന്ന് എൻ്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും. കൊള്ളാം, അവന്റെ ഹൃദയം ആരെങ്കിലും നോക്കിയാൽ അവന് സഹിക്കുവോ? അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ, നോക്കി നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എന്നൊക്കെ രാജു ദേഷ്യത്തോടെ മനസ്സിൽ പറയുമ്പോൾ അവനൊരു ഫോൺ വരുന്നു. അവൻ അതും കൊണ്ട് പുറത്തോട്ട് പോയി. അപ്പോഴാണ് രാജുവിനൊരു ആശ്വാസം കിട്ടിയത്. രാജു പതുക്കെ വന്ന് ഋതിയുടെ അടുത്ത് വന്ന് ഇരുന്നിട്ട് ചോദിക്കുന്നു, എന്താ ഡിസൈൻ എന്താ തുടങ്ങാത്തേ? ഒരു ഐഡിയ അങ്ങോട്ട് കിട്ടുന്നില്ല രാജു. എന്റെ ഋതുവിനാണോ ഐഡിയ കിട്ടാത്തത്? അത് ടെൻഷൻ കൊണ്ടാ. ടെൻഷൻ മാറ്റിവെച്ച് നീ ഒന്ന് ആലോചിക്ക്, അപ്പോൾ ഐഡിയ കിട്ടും. എവിടെയാണെങ്കിലും ഏത് മത്സരമാണെങ്കിലും നീ തന്നെ ജയിക്കണം. നീ ജയിച്ചേ പറ്റൂ. തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. മനസ്സിലിപ്പം മറ്റൊന്നും വേണ്ട ഋതു. ഋതുവിനൊപ്പം ഞാനുണ്ടെന്ന് വിചാരിച്ചങ്ങ് തുടങ്ങ്. നീ വരയ്ക്ക് ഋതു, നീ വിജയിക്കും. നീ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എന്നിങ്ങനെ പറഞ്ഞിട്ട് രാജു അവിടെ നിന്ന് എഴുന്നേക്കുന്നു. ഇതെല്ലാം പല്ലവി ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും രോഷിനി അങ്ങോട്ട് വരുന്നുണ്ട്. രാജു എഴുന്നേറ്റങ്ങ് പോയി. രോഷിനി വന്ന് അനൗൺസ് ചെയ്യുവാണ്, എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ ഉടനെ മലയാളി മംഗ മത്സരം ആരംഭിക്കുന്നതാണ്. ഒരു കുക്കുട മത്സരം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ചേട്ടന് ഫസ്റ്റ് പ്രൈസ് കിട്ടുവാൻ സ്വാമി പറയൂ. അപ്പോൾ അവിടെ ആങ്ങളെയാണ് ആ വന്നത്. മലയാളി മംഗ മത്സരത്തിന് ഒരേ ഒരു ജഡ്ജേ ഉള്ളൂ, സന്ദീപ് വിശ്വനാഥൻ. ഓ, അവിടെ ആങ്ങളെ തന്നെ. സ്വാമിക്കാണെങ്കിൽ അവനെ കണ്ണെടുത്ത കണ്ടുകൂടാന്ന് തോന്നുന്നു. ഓ ബെസ്റ്റ്. ഉടനെ രോഷിനി പറയാം, സ്വാമി മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിക്ക്. ശരി മേഡം എന്നും പറഞ്ഞ സ്വാമി അവിടെ നിന്ന് പോയി. രോഷിനി അങ്ങോട്ട് വന്നിട്ട് ഋതിയോട് പറഞ്ഞു, നിന്റെ ഈ സെറ്റ് സാരിയൊക്കെ പഴയതാ, അതുകൊണ്ട് നീ മലയാളി മംഗ മത്സരത്തിൽ പങ്കെടുക്കണ്ട. ഋതികയ്ക്ക് ഇപ്പം നല്ല ധൈര്യമാണല്ലോ. ഋതിക പറയാം, മത്സരത്തിൽ പങ്കെടുക്കണോ വേണ്ടയോന്ന് തീരുമാനിക്കുന്ന ഞാനല്ലേ? അതെ, ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചോളാം. രോഷിനിക്ക് അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവൾ വിചാരിച്ച് ഇവള് പേടിച്ച് വറയ്ക്കുമെന്ന്. രോഷിനി അവിടെ ആങ്ങളോട് പറയാം, മലയാളി മംഗ മത്സരത്തിൽ ദാണ്ട് ആ ഋതിക പങ്കെടുക്കുന്നുണ്ട്. അവൾക്കെങ്ങാനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. എടി മോളെ, എൻ്റെ പെങ്ങളേക്കാൾ വലിയവളാകാൻ ഞാൻ ഒരുത്തിയെ സമ്മതിക്കില്ല. നീ അങ്ങ് വിശ്വസിക്കേ. ഞാൻ പാർഷ്വാലിറ്റി കാണിക്കില്ല. എന്നാ ചേട്ടനിങ്ങോട്ട് വന്നേ. വേണ്ട, മലയാളി മംഗ മത്സരം ആരംഭിച്ച്. രാജുവുണ്ട്, രോഷിനിയുണ്ട്, അവിടെ ആങ്ങളെയും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഇരിക്കുവാണ്. ആദ്യത്തെ കണ്ടസ്റ്റന്റ് വന്നു. രോഷിനിയുടെ ആങ്ങളെ ഇങ്ങനെ വെള്ളം ഇറക്കുന്നുണ്ട്. സെറ്റും മുണ്ടിൽ അടുത്ത ആളും വന്നു. മൂന്നാമത് വരുന്നത് നമ്മുടെ പല്ലവിയാണ്. നമ്മുടെ പല്ലവി വരുമ്പോൾ സ്വാമിക്കൊരു നോട്ടം ഉണ്ട്. പല്ലവിയുടെ ആ പോസ് കാണിപ്പൊക്കെ കണ്ടിട്ട് ആരും കാണാതെ സ്വാമി ഇങ്ങനെ കൈ ഓക്കെ എന്നൊക്കെ കാണിക്കുന്നുമുണ്ട്. അത് കഴിഞ്ഞ് 3-4 പേര് വരുന്നു. അവരെയൊക്കെ നോക്കിയ സന്ദീപ് ഇങ്ങനെ വെള്ളം ഇറങ്ങി മാർക്കാന്നോ എന്തോ ഇടുന്നുണ്ട് അവന്. ദാണ്ട വരുന്നു നമ്മുടെ ഋതിക. രാജുവിന്റെ മുഖത്തെ ഒരു സന്തോഷം. സെറ്റ് സാരിയിൽ നമ്മുടെ ഋതിയെ കണ്ട് അന്ന നടന്നു വന്ന് എല്ലാവർക്കും കൈയെടുത്ത് ഇങ്ങനെ തൊഴുന്നുണ്ട്. മറ്റുള്ളവരാരും അതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ട് നമ്മുടെ ഋതിക പറയാം, മലയാളി മംഗ ഇങ്ങനെ ആയിരിക്കണമെന്നാണ് നമ്മുടെ മലയാള സങ്കല്പം. പക്ഷേ ഒരു പൊതുസമൂഹത്തിൽ പെണ്ണിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ? അവളെ പിച്ച് ചീന്താനുള്ള നോട്ടമാണെന്ന്. അപ്പോൾ പൊതുസമൂഹത്തിൽ മലയാളി മംഗ ഇങ്ങനെ ആവണ്ടേ? എല്ലാവരും അക്ഷമയോടെ ഇങ്ങനെ ഋതിയെ നോക്കുക. പെട്ടെന്ന് തലയിൽ ഇന്നെ ക്ലിപ്പൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ട് ഋതിക മുടിയൊക്കെ അങ്ങോട്ട് അഴിച്ച് കണ്ണൊക്കെ അങ്ങോട്ട് വിടർത്തി ജ്വലിപ്പിച്ച് തുറിച്ചൊരു നോട്ടം. നമ്മുടെ സ്വാമി ഒരു കയ്യടി. മനോഹരം. മലയാളി മംഗയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം. രോഷിനി ആകെ ചമ്മി വിളറി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. രോഷിനി പറയാ, വിജയിച്ചത് ആരാണെന്ന് ഇപ്പൊ ജഡ്ജ് പറയും. എന്താ പറയാനിരിക്കണേ ഇതില്? ഫസ്റ്റ് പ്രൈസ് ഋതിക വർമ്മ. രോഷിനി സകല ദേഷ്യത്തോടെ അവിടെ ആങ്ങളെ ഒരു നോട്ടം. അവനാണെ മൈൻഡ് ചെയ്തില്ല. രാജു താണ്ട 32 പല്ലും വെളിയിലിട്ടങ്ങ് കയ്യടിക്കുവാണ്. എല്ലാവരും ഹൃദയക്കായിട്ട് കൂട്ടത്തോടെ കയ്യടിയാണ്. എൻ്റെ ദൈവമേ, രാജുവിൻ്റെ ആ നോട്ടവും ചിരിയും കണ്ടിട്ട് ആ രംഗവും സിറ്റുവേഷനും ഒക്കെ മറന്ന് ഓടിച്ചെന്ന് ഹൃദയെ പൊക്കിയെടുക്കുമോ എന്ന് സംശയമുണ്ട്. പല്ല് കടിച്ചോണ്ട് രോഷിനി ആങ്ങളോട്, നീ മനഃപൂർവ്വം ചെയ്തതല്ലേ? ആർന്ന് രോഷിനി ചിന്തിക്കുന്നു. മലയാളി മംഗയെ അവൾ കൊണ്ടുപോയി. എൻ്റെ ഒരു വേലയും അവിടെ നടന്നില്ലല്ലോ. ആ ഹൃതികയെന്ന് വെച്ചാൽ എൻ്റെ ഏട്ടൻ ഒരുവിധ പ്രാന്താ. ഇനി അവൾ ഉണ്ടാക്കിയ ഡിസൈൻ ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ പോകുന്നുണ്ട്. ഇനി വലിച്ചു കീറി കളയുമോന്നറിയില്ല അവള്. അവളങ്ങനെ ഋതിയുടെ ലാപ്ടോപ്പിൽ പോയി ആ ഡിസൈൻ നോക്കി. ഈ ഡിസൈൻ തന്നെ സെലക്ട് ആകാനാ കൂടുതൽ സാധ്യത. എന്തായാലും അവൾ ഉണ്ടാക്കുന്ന പൂക്കളെ ഞാൻ കുളവാക്കും. എന്തായാലും അത് മത്സരത്തിലോട്ട് പോകില്ല. നാശം പിടിക്കാനുള്ളൂ. എൻ്റെ സ്വപ്നം തകർക്കാനായിട്ട് കയറി വന്നവളാ. രോഷിനി വന്നിട്ട് പറയുന്ന, അടുത്തതായിട്ട് അത്തപ്പൂക്കള മത്സരമാണ് നടക്കാൻ പോകുന്നത്. പൂക്കളത്തിൻ്റെ ഡിസൈൻ എല്ലാവരും തയ്യാറാക്കിയിട്ടുണ്ട്. അത് കമ്പനിയുടെ സിസ്റ്റത്തിലുണ്ട്. എല്ലാവരും സെൻഡ് ചെയ്ത് തന്നിട്ടുമുണ്ട്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട MD രാജു സാറിൻ്റെ നേതൃത്വത്തിൽ അത് ഞങ്ങൾ സെലക്ട് ചെയ്യും. രാജു അങ്ങനെ ഓരോരുത്തരും ഡിസൈൻ നോക്കിയിട്ട് പറഞ്ഞു, ഈ ഡിസൈൻ കൊള്ളാം. കൊള്ളാം സാർ എന്ന് സ്വാമിയും പറയുക.
ആ രോഷ്നിയുടെ ആങ്ങളെ നോക്കിയിട്ട് പറയുന്നത് ഏറ്റവും മനോഹരമായത് ഈ ഡിസൈനാണ്. ദൈവമേ, രോഷ്നി ഇന്ന് അവനെ കൊല്ലും. നമുക്ക് ഈ ഡിസൈൻ തന്നെ സെലക്ട് ചെയ്യാം എന്ന് അവനും പറഞ്ഞപ്പോൾ രാജു ചോദിക്കാം, സ്വാമി ഇത് മതിയല്ലോ? അയ്യോ ഇത് മതി സാറേ, ധാരാളം, ഇത് കൊള്ളാം. അത് ഋതികയുടേതാണെന്ന് മനസ്സിലാക്കിയിട്ടാണെന്ന് രോഷിനി ഉടനെ, രാജു ഇതല്ലേ കുറെ കൂടെ ബെറ്റർ? അല്ല, ആദ്യം കണ്ടത് തന്നെയാ. അങ്ങനെയല്ലേ സ്വാമി? അതെ അതെ. അപ്പോൾ ഈ ഡിസൈൻ അംഗീകരിച്ചതായി നമുക്കെല്ലാവർക്കും കൈയടിച്ചങ്ങോട്ട് പാസ്സാക്കാം. സ്വാമി അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും കൈയടിക്കുവാണ്. രാജു എന്നിട്ട് പറയാം, ഈ ഡിസൈൻ ഇനി ആര് ചെയ്തതാണെന്ന് രോഷിനി പ്രഖ്യാപിക്കും. ഇതിപ്പോ ഒരു ശിക്ഷ രാജു ഇവൾക്ക് കൊടുക്കാനില്ല. ദേഷ്യവും സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ട് ആ രോഷിനി പറയാം, ഈ ഡിസൈൻ ചെയ്തത് ഋതികയാ. സ്വാമി നാണ്ട ബഹളം വെച്ചങ്ങ് ചിരിക്കും. കൊള്ളാവല്ലോ, അടിപൊളി. സ്വാമി, രോഷിനി നിനക്ക് എന്തെങ്കിലും പണി തരുവേ, സൂക്ഷിച്ചോ. അപ്പോഴൊരു കാര്യം ചെയ്യാൻ, നമുക്ക് പൂക്കളം ആരംഭിക്കാം, എല്ലാവരും വരൂ വരൂ എന്നും പറയാം. സ്വാമി എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകുന്നു. എല്ലാവരും മുൻപേ പോയി കഴിയുമ്പോൾ ഋതിക പുറകിനാണ് പോകുന്നത്. അവരെ ആരെയും കാണാതെ പെട്ടെന്ന് ഋതികയുടെ കൈക്ക് പിടിച്ച് രാജിയോടെ നിർത്തിയിട്ട് ഋതികയോട് പറയാം, ഈ ഓണനിലാവ് പോലത്തെ ചിരിയാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നിട്ടാണോ എന്നെ മറന്നിട്ട് രാജു നാട് വിട്ടത്? എൻ്റെ ഋതു മറന്നിട്ട് നാട് വിട്ടതൊന്നും അല്ല. എൻ്റെ ഋതുവിനെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാ. എൻ്റെ ഋതുവിനെ മറന്ന് എനിക്കൊരു ജീവിതം ഉണ്ടോ? മതി രണ്ടുപേരുടെ റൊമാൻസ്. ആ രോഷ്നിയെങ്ങാണ്ടും കണ്ടോണ്ട് വന്നാൽ അത് മതി പൂവിലുണ്ടാക്കാൻ അവള്. അങ്ങനെ എല്ലാവരും ചേർന്ന് ഋതിക വരച്ച ഡിസൈൻ പൂക്കളെ വിടുവാണ്. എല്ലാവരും നോക്കി നിൽക്കുക. രാജു വളരെ സന്തോഷത്തോടെ ഋതികയെ നോക്കുന്നു. ആ സന്ദീപ് വിശ്വനാഥനാണെങ്കിലോ ഋതികയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ രോഷിണി ദേഷ്യവെല്ലാം പല്ല് കടിച്ചമർത്തി ഇങ്ങനെ വെച്ചോണ്ട് നിൽക്കുന്നു. ഋതികയുടെ കൈകൊണ്ട് ഇങ്ങനെ പൂക്കളിങ്ങനെ വിതറിയിടുന്നതൊക്കെ വളരെ ആസ്വദിച്ച് സന്ദീപ് വിശ്വനാഥൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അത് നമ്മുടെ സ്വാമി കണ്ട്, ഈ വികാരജീവിക്ക് നല്ല ഒരു പണി ഇപ്പം തന്നെ കൊടുക്കണമല്ലോ. ഇതൊന്നും അറിയാതെ ഇണക്കുരുകൾ രണ്ടും കണ്ണോട് കണ്ണു നോക്കി ചിരിക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം മനസ്സിൽ ചിന്തിക്കുന്ന ആരുമില്ലാതെ അവർ രണ്ടുപേരും മാത്രം ഇരുന്ന് പൂക്കള വിടുന്ന പോലെ. രോഷിണി നോക്കുമ്പോൾ അവിടെ ആങ്ങളെയാണെങ്കിൽ ഋതിയെ നോക്കി വെള്ളം ഇറങ്ങിയിരിക്കുന്നു. രാജു ഓട്ടക്കണ്ണിട്ട് നോക്കുന്നു. അവൾ കണ്ട്, ഇതിപ്പോൾ അവക്കിനി ദേഷ്യം വരുമോ? നമ്മുടെ സ്വാമി പറഞ്ഞ് എല്ലാവരും വരൂ വരൂ, പായസം പായസം, എല്ലാവരും വരുവിൻ, എടുക്കുവിൻ, കുടിക്കുവിൻ, ആസ്വദിക്കുവിൻ. ഓണമല്ലേ, നല്ല ചൂട് പായസം വന്ന് കുടിച്ച എല്ലാവരും. KNB ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ, അയ്യോ എൻ്റെ സ്വാമി, സമാധാനത്തോടെ ഈ പായസം ഞങ്ങളെന്ന് കുടിക്കട്ടെ. സ്വാമിയുടെ ഒരു KNK. ഈയടാ അത് കൊള്ളാലോ. KNK എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചീത്ത വാക്കാണോ? അപ്പോഴങ്ങോട്ട് വികാര ജീവി വരുന്നുണ്ട്. പായസം മനോഹരമാണെങ്കിൽ എനിക്ക് വേണ്ട, ഹരവായാൽ പിന്നെ കഴിക്കാൻ തോന്നില്ലല്ലോ. പിന്നെ രുചികരമാണെങ്കിൽ കഴിക്കാം. അപ്പൊ സ്വാമി പറയാം, രുചികരമാണ്, വയറിന് പണിയും കിട്ടില്ല. സാർ എന്നാ ഒരു ഗ്ലാസ് അങ്ങോട്ട് കുടിച്ചേ. സ്വാമി ഒന്ന് ഇളക്കാനാന്ന് തോന്നി. ഇങ്ങോട്ട് വന്നേ, KNKയിൽ ഇതുപോലെ പായസം ഉണ്ടാക്കും. അത് കൊള്ളാം. അവിടുത്തെ ഓണമാണ് ഓണം. ഇവിടുത്തെ ഓണാഘോഷം കഴിഞ്ഞ് ആണുങ്ങളൊക്കെ എഴഞ്ഞും പെണ്ണുങ്ങളൊക്കെ നടന്നുമല്ലേ പോയത്. രാവിലെ മുതൽ ആണുങ്ങൾ കുപ്പി ഇങ്ങനെ പൊട്ടിക്കുമല്ലായിരുന്നു. അവിടുത്തെ മുല്ലപ്പൂവിന് വരെ കള്ളിൻ്റെ നാറ്റമായിരുന്നു. പിന്നെ ഈ ഓണാഘോഷത്തിൽ നടക്കുന്ന ഒരു വടംവലിയുണ്ട്, അതല്ലേ രസം. പെണ്ണുങ്ങളും ആണുങ്ങളോടാ വടംവലി. ഒരു വശത്ത് 10-15 പെണ്ണുങ്ങൾ, മറുവശത്ത് കള്ളും കുടം ചാടിയ പോലെ കുറേ ആണുങ്ങളും. വടംവലി അങ്ങോട്ട് തുടങ്ങുമ്പോൾ തലച്ച് ഈ ആണുങ്ങളെല്ലാം കൂടെ പെണ്ണുങ്ങളുടെ പുറത്തോട്ടൊരു വീഴ്ചയുണ്ട്. അയ്യോ അതെന്താ സ്വാമി, ഈ ആണുങ്ങൾ മുഴുക്ക വെള്ളം അടിച്ചുകൊണ്ട് നിൽക്കുമല്ലേ, അവരുടെ കാല് നിലത്തെങ്ങാനും ഉറയ്ക്കുമോ? രോഷിണി ദേഷ്യം കൊണ്ട് നടക്കും. അവളുടെ ഒരു ഡിസൈൻ, ഈ ഡിസൈൻ മത്സരത്തിന് പോകാൻ പാടില്ല, ഇത് ഞാൻ നശിപ്പിക്കും. ആദ്യം ആ CCTV കട്ട് ചെയ്യണം. രാജു ഋതിയുടെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നത്, പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? വന്ന് പായസം കുടിക്കുക, അത് കഴിഞ്ഞിട്ട് സദ്യ ഉണ്ട്. പല്ലവി ചോദിക്കുക, സാറേ അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കണ്ടേ? അതിനൊക്കെ ടൈം ഉണ്ടല്ലോ, നിങ്ങൾ ഇന്ന് പായസം കുടിക്കുക. അങ്ങനെ അവരെല്ലാവരും പോവുക. അങ്ങനെ ഋതികയും പല്ലവിയും വന്ന് പായസം കുടിക്കുക. പായസം കുടിക്കുമ്പോൾ സന്ദീപിൻ്റെ നോട്ടം മുഴുക്ക ഋതികയുടെ മുഖത്തോട്ട്. രോഷിനി ആ പൂക്കളത്തിൻ്റെ അടുത്ത് ഫാൻ അങ്ങിട്ട് ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് ഇത് നശിപ്പിക്കണം, അപ്പോഴേക്കും ഇതിൻ്റെ പണിയും കഴിയും. ഇവനിങ്ങനെ ഋതിയെ നോക്കുന്ന സ്വാമി കാണുന്നുണ്ട്. മിക്കവാറും രാജുവിൻ്റെ കയ്യിൽ നിന്നല്ല, സ്വാമിയുടെ കയ്യിൽ നിന്ന് ഇവൻ തല്ലുമേടിക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ആ അസൂയമൂത്ത രോഷിണി, ആ പിള്ളേരെത്ര കഷ്ടപ്പെട്ടിട്ട് ആ പൂക്കളമാണ്. അവൾ അവിടെ ഫാൻ എടുത്ത് അത് പൂക്കളെല്ലാം ഇങ്ങനെ പറത്തി കളയുവാണ്. എല്ലാവരും പായസം കുടിച്ചിട്ട് വന്നു നോക്കും, പൂക്കളെല്ലാം പറന്നിങ്ങനെ കിടക്കുന്നു. അവർ ഋതികയെ അങ്ങ് വിഷമിക്കുക, അയ്യോ നമ്മുടെ പൂക്കളം കണ്ടോ എന്നും പറഞ്ഞു. രാജീവും സന്ദീപും എല്ലാം അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. സ്വാമി വന്നിട്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഒന്നും അറിയാത്തവളെ പോലെ രോഷിണിയും വന്ന് നിൽക്കുന്നു. സ്വാമിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഏത് നെറികെട്ടവനെ കൊലച്ചതി ചെയ്തത്? ഇത് ചെയ്തവൻ്റെ തലയിൽ ഇടുത്തി വീണം. പെട്ടെന്ന് രോഷിണി, ആരെങ്കിലും മനഃപൂർവ്വം ഇത് നശിപ്പിക്കുവോ സ്വാമി? അബദ്ധം പറ്റിയതായിരിക്കും. അപ്പോൾ പല്ലവി പറയും, ഇത് അബദ്ധം പറ്റിയതൊന്നുമല്ല, ആരോ ഋതിയുള്ള വ്യക്തിവൈരാഗ്യം തീർത്തതാ. ആ കള്ളി രോഷിണി പറയും, എന്തായാലും ടൈം കഴിഞ്ഞു പോയല്ലോ, ഇനി ഇത് ഫോട്ടോ എടുത്ത് അയച്ചിട്ട് എന്ത് കാര്യം? ഇനി ഇത് അയക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാജു പറയാം, പൂക്കള മത്സരം അപ്പോൾ വെറുതെ ആയിപ്പോയല്ലേ.
പല്ലവി പറയാം, സാറേ ഇതാരോ വ്യക്തിവൈരാഗ്യം തീർത്തത് തന്നെയാണ്. ആരാണ് വ്യക്തിവൈരാഗ്യം തീർത്തതെന്നൊക്കെ നമുക്ക് സാവധാനം കണ്ടെത്താം, രാജു പറയുക. അതിനു മുൻപ് വളരെ സന്തോഷകരമായ ഒരു കാര്യം എനിക്ക് എല്ലാവരോടും പറയാനുണ്ട്. ഈ പൂക്കളെ വിട്ട് തീർന്നപ്പോഴേ ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് കോമ്പറ്റീഷൻ അയച്ചിരുന്നു. ഇതിപ്പരം രോഷിണിക്ക് ഒരു അടി കിട്ടാനുണ്ടോ? അവൾ അങ്ങ് ഞെട്ടി നിൽക്കുക. രാജു ആരാ മോൻ, അവനറിയാം ഇങ്ങനെയൊക്കെ അവിടെ സംഭവിക്കുമെന്ന്. ഋതികയുടെ ഡിസൈനിൽ തീർത്ത ഈ പൂക്കളത്തിന് 1ാം സമ്മാനവും കിട്ടിയിരിക്കുന്നു. എല്ലാവരുടെയും ഒരു സന്തോഷം. അയ്യോ എൻ്റെ തിരുപ്പതി ഭഗവാനേ, അത് കലക്കി എന്നും പറഞ്ഞ് നമ്മുടെ സ്വാമി ഇങ്ങനെ പറയും. ഇതൊക്കെ ആ രോഷിണിക്ക് പിടിക്കുവോ? അവളിങ്ങനെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുക. ഋതികയ്ക്കും ഋതിയോടൊപ്പം ചേർന്ന എല്ലാ സ്റ്റാഫുകൾക്കും സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ എന്നൊക്കെ രാജുവും പറയുന്നുണ്ട്. അങ്ങനെ RR കമ്പനിയുടെ പൂക്കളത്തിന് 1ാം സമ്മാനം. നമ്മുടെ സ്പോൺസേഴ്സ് എന്ന ഗിഫ്റ്റും ക്യാഷ് പ്രൈസും ഒക്കെ ഇതിനകം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും സമ്മാനമുണ്ട്. പിന്നെ ക്യാഷ് പ്രൈസും കൂടുതൽ സമ്മാനം ശ്രീമതി ഋതിക വർമ്മയ്ക്കാണ്. അങ്ങനെ RR ഫാഷൻ ഡിസൈനിങ് കമ്പനിയുടെ ഓണാഘോഷം ഇവിടെ തീരുവാണ് എന്നൊക്കെ രാജു പറയുന്നുണ്ട്. രാജുവിൻ്റെ അടുത്തോട്ട് രോഷിനി വന്നിട്ട് ചോദിക്കുന്നു, രാജു എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞ്? ഞാൻ രോഷിനിയെ കാണണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും തെറ്റാണോ? എന്താ രാജു അങ്ങനെയൊക്കെ പറയുന്നത്? രാജുവിൻ്റെ കൂടെ ഏതു നേരം ഇരിക്കാനല്ലേ എനിക്കിഷ്ടം. എന്നാൽ ഇപ്പോൾ വിളിപ്പിച്ചത് രോഷിനി പറഞ്ഞതുപോലെ കൂടെ ഇരിക്കാനല്ല. നമ്മുടെ പൂക്കള മത്സരത്തിൻ്റെ അവസാന ഭാഗമായപ്പോഴും എല്ലാം അലങ്കോലപ്പെട്ടു പോയല്ലേ. ആ ഫാൻ ഓൺ ചെയ്ത് വെച്ച മനോഹരമായ പൂക്കളം ആരോ അങ്ങ് തകർത്ത് കളഞ്ഞു. ശരിയാ രാജു, അത് കഷ്ടമായിപ്പോയി. ശരിയാ, ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതായിരിക്കുമോ ഇനി? ഇത് മനഃപൂർവ്വം തന്നെ ചെയ്തതാ രോഷിണി തന്നെയാണ് ചെയ്തത്. എൻ്റെ പക്കൽ ദാണ്ട് ഇതിൻ്റെ തെളിവുണ്ട്. രോഷിണി നാണിച്ച് വിളറി നിൽക്കുക. രോഷിണി CCTV ഓഫ് ചെയ്ത് ഫാൻ ഓൺ ചെയ്ത് പൂക്കളം നശിപ്പിക്കുന്നതിൻ്റെ വീഡിയോ. മറ്റാരുമല്ല രോഷിനി ഈ വീഡിയോ പകർത്തിയത്, ഞാൻ തന്നെയാണ്. എന്താ ഈ വീഡിയോ രോഷിനിക്ക് കാണണോ? അയ്യോ വേണ്ട, സോറി രാജു. ഒരു കാര്യം പറഞ്ഞേക്കാം, വ്യക്തിവൈരാഗ്യം ഉണ്ടെന്നും പറഞ്ഞ് ഇനി മേലാൽ ഇങ്ങനെയൊന്നും കാണിച്ചേക്കരുത്. എന്നാൽ ഇനി രോഷിനി പൊയ്ക്കോ, ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ട് രാജു അങ്ങ് പോയി. അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ വിതരണം ചെയ്യുവാണ്. ഒരുപാട് ഗിഫ്റ്റുകൾ നമ്മുടെ ഋതികയ്ക്ക് രോഷിനിയെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത്. രോഷിനിയുടെ ആ മുഖം ഒന്ന് കാണണം. മുഖം വീർപ്പിച്ചുകൊണ്ടാണ് രോഷിനി ഋതികയ്ക്ക് ക്യാഷ് അവാർഡും കൊടുക്കുക. അത് കണ്ടുകൊണ്ട് രാജു ഷേക്ക് ഹാൻഡ് കൊടുക്കും രോഷിനി. അങ്ങനെ ഋതികയുടെ മുന്നിൽ തോറ്റ് വിളറി ചമ്മി അവൾ ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊച്ചു കള്ളൻ രാജുവും കൊച്ചു കള്ളി ഋതികയും ഏറുകണ്ണിട്ട് ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെല്ലാം രാജുവിൻ്റെ ഒരു പരിപാടിയായിരുന്നു. ഋതികയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയ പരിപാടികൾ തന്നെയാണ്. ഋതികയുടെ വീട്ടിലെല്ലാവരും ഓണം ആഘോഷിക്കാനും പുത്തൻ വസ്ത്രം ധരിക്കാനും ഒക്കെ രാജു കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ്. സ്വാമിയും കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ രാജു നടത്തിയ ഒരു പരിപാടിയാണിതെല്ലാം. അതുപോലെ രാജു വിചാരിച്ചതുപോലെ എല്ലാം സക്സസ്സായി. ഇനി ഹാപ്പി ഓണമായിരിക്കും. ഇനി ഋതികയ്ക്കും രാജുവിന് ഹാപ്പി ഓണമായിരിക്കും. ഇനി നാളെ ഈ ഓണം തകർക്കാൻ എന്തൊക്കെയാണ് രാധമ്മ ചെയ്യുന്നത് എന്ന് നമുക്ക് നാളത്തെ റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.